കാസർകോട്ട് 21-കാരിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലുരാവി സ്വദേശിനിയായ യുവതിയാണ് ഭർത്താവ് അബ്ദുൾ റസാഖ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ വീട്ടിൽ പട്ടിണിക്കിട്ടെന്നും നിരന്തരം ഭർത്താവിന്റെ ഉമ്മ ഉപദ്രവിച്ചിരുന്നതായും പെൺകുട്ടി ജനം ടിവിയോട് പറഞ്ഞു. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പയോടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോട് ഞാൻ പറഞ്ഞു. ഓക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ഈ ശബ്ദ സന്ദേശം എത്തുന്നത്. ഭർത്താവ് അബ്ദുൾ റസാഖ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖും കല്ലുരാവി സ്വദേശിനിയായ പെൺകുട്ടിയും നിയമപ്രകാരം വിവാഹം കഴിച്ചത് 2022 ഓഗസ്റ്റ് 11-നായിരുന്നു. വിവാഹത്തിനു മുൻപേ 50 പവൻ സ്വർണം സ്ത്രീധനമായി വേണമെന്ന ഭർത്തൃവീട്ടുകാർ നിർബന്ധം പിടിച്ചിരുന്നു. എന്നാൽ നിർധരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ 21 പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ. അന്നു മുതൽ തുടങ്ങിയതാണ് ഭർത്താവിന്റെ ഉമ്മയും സഹോദരിയും ചേർന്നുള്ള കൊടിയ പീഡനമെന്ന് പെൺകുട്ടി പറയുന്നു. ഭക്ഷണം തരാതെ റൂമില് അടച്ചു പൂട്ടുകയും പിന്നെ കയ്യാതായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒരു ദിവസം ഫുള്ള് റൂമിലിട്ടത്. എന്നിട്ട് എന്റെ പുറക്കാറ് ഇവിടുന്ന് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഭർത്താവ് പോയ സമയത്ത് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഇപ്പൊ എപ്പോഴാണ് ഈ ഓഡിയോ സന്ദേശം വന്നത്? ഫെബ്രുവരി 21-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമാന്റെ സമയത്ത്. എന്താ പറഞ്ഞ ഭർത്താവ്? ഉപ്പാക്ക് വിളിച്ചിട്ട് ഞാൻ 3 തലാക്കോളെ ചൊല്ലി അവളോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു. ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറഞ്ഞു. സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണിത്. ജനം, കോഴിക്കോട്.